ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എംജസ് നോളജ്. ഞാൻ എംജെ. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ +2 മാത്തമാറ്റിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ നിന്നും നമ്മൾ എക്സാമിന് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്ന ഒരു കിടിലൻ ചോദ്യമായിട്ടാണ്. ഒന്നാമത്തെ ചാപ്റ്റർ ആണ്, മിസ്സാക്കേണ്ട, വേഗം നോക്കാം. ഓക്കെ ആണല്ലോ. ഇഫ് എഫ് ഫ്രം R to R and G from R to R are two functions given by f of x equal to sin x and g of x equal to x square, അങ്ങനെയെങ്കിൽ G കോമ്പോസിറ്റ്, G ഒരു ചെറിയ സർക്കിൾ എഫ് വെച്ച് കഴിഞ്ഞാൽ G കോമ്പോസിറ്റ് എഫും, അതുപോലെ തന്നെ എഫും ഒരു ചെറിയ സർക്കിൾ G ഉണ്ടെങ്കിൽ എഫ് കോമ്പോസിറ്റ് G. എങ്ങനെ വായിക്കുക? G കോമ്പോസിറ്റ് എഫ് ആൻഡ് എഫ് കോമ്പോസിറ്റ് G കണ്ടുപിടിക്കാനാണ്. സിമ്പിൾ ആണ്, നമ്മൾ പഠിച്ച ആൾക്കാരാണ്. ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ ഉണ്ടായിരിക്കും, വേഗം കയറി വെക്കുക. ഓക്കെ ആണല്ലോ. ഇവിടെ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സും ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറും. രണ്ടും റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആയിട്ട് ഒരു പ്രശ്നമില്ല. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? G കോമ്പോസിറ്റ് എഫും എഫ് കോമ്പോസിറ്റ് G അല്ല. അപ്പൊ G കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. നമ്മൾ വെറും G കോമ്പോസിറ്റ് എഫ് എന്ന് എഴുതരുത്, G കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് തന്നെ എഴുതണം. കാരണം കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഈസ് എ മിക്സഡ് ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ തന്നെയാണ്. ഓക്കെ ആണല്ലോ. എന്താണ് G കോമ്പോസിറ്റ് എഫിന്റെ ഇക്വേഷൻ? സിമ്പിൾ ആണ്. G കോമ്പോസിറ്റ് എഫിൽ ആദ്യം G അല്ലേ, ആ ജീനെ പുറത്ത് എഴുതുക. ഓക്കെ ആണല്ലോ. പിന്നെ എഫ് അല്ലേ, ആ എഫിനെ ബ്രാക്കറ്റിൽ എഫ് ഓഫ് എക്സ് എന്ന് എഴുതുക. ഓക്കെ ആണല്ലോ. സിമ്പിൾ ആണല്ലോ. നമ്മൾ പഠിച്ച ഇക്വേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ വേഗം ഇതങ്ങ് പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ. ഈ ഇക്വേഷൻ കാണാൻ പഠിക്കുക. ഓക്കെ ആണല്ലോ. ഈക്വൽ ടു ജീൻ അതുപോലെ തന്നെ അവിടെ എഴുതി. ഈ എഫ് ഓഫ് എക്സ് ആരാണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്. അപ്പൊ നിങ്ങൾ വായിക്കേണ്ടത് എങ്ങനെയാണ്? എന്താ നമ്മളോട് കാണാനുള്ളത്? G ഓഫ് സൈൻ എക്സ് ആണ് കാണാൻ പറഞ്ഞത്. G ഓഫ് എക്സ് ആരാ? എക്സ് സ്ക്വയർ ആ. G ഓഫ് 1 കാണണമെങ്കിലോ എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക, അപ്പൊ 1 സ്ക്വയർ. G ഓഫ് 2 കാണണമെങ്കിലോ എക്സിന്റെ സ്ഥാനത്ത് 2 കൊടുക്കുക, 2 സ്ക്വയർ. അപ്പൊ G ഓഫ് സൈൻ എക്സ് കാണണമെങ്കിലോ എക്സിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക? സൈൻ എക്സ് കൊടുക്കുക. അപ്പൊ എന്തായിരിക്കും വരിക? സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ എന്നല്ലേ വരിക? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഈ സൈൻ എക്സ് ഹോൾ സ്ക്വയർ നമ്മൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കൂടി എഴുതാറുണ്ട്, സൈൻ സ്ക്വയർ എക്സ്. ഇങ്ങനെ എഴുതാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇവിടെ നിർത്തിയേക്കുക. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾക്കുള്ള ഹോംവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചാപ്റ്റർ പഠിക്കാത്തവരുണ്ടെങ്കിൽ എഫ് കോമ്പോസിറ്റ് ജിയുടെ ഇക്വേഷനും കണ്ടെത്തുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക? ഇതിന്റെ എഫ് കോമ്പോസിറ്റ് ജി എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഓക്കെ ആണല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ ഉണ്ട്. ഓക്കെ ആണല്ലോ.